ഹലോ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങ ചിരകിയിട്ട നല്ല ടേസ്റ്റുള്ള ഇടിയപ്പമാണ്. അപ്പം ഞാനൊരു 3 കപ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയാണ്. അപ്പം നമുക്ക് ആദ്യം ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കാം. പിന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞങ്ങൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കും. അപ്പം ഞങ്ങൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൻ്റെ പുറത്ത് ഞങ്ങൾ വെണ്ണൂറ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് കരി കഴുകുമ്പോൾ പോന്നിട്ടാൻ വേണ്ടിയിട്ടാണ്, പാത്രത്തിൽ കരി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി തിളച്ച വെള്ളം പൊടിയിലേക്ക് പാർന്നിക്കാണ്ടൊന്ന് മിക്സ് ചെയ്യുക. അതേപോലെ ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം എടുത്തുകാണ്ട് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് കുടഞ്ഞ് കൊടുത്തുകാണ്ട് അങ്ങനെ ചൂടുവെള്ളവും പച്ചവെള്ളവും ഇങ്ങനെ മിക്സ് ചെയ്തുകാണ്ട് നമുക്ക് പൊടി ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം. പൊടി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ കയ്യിലേക്ക് എടുത്ത് അതുകൊണ്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. എന്നാൽ നമ്മളെ ഇടിയപ്പത്തിനൊരു മയം കിട്ടിക്കോളും. ഇനി തേങ്ങ എടുത്ത് നമ്മുടെ സ്റ്റാൻഡിൽ ആദ്യം ഇങ്ങനെ തേങ്ങ വിതറി കൊടുക്കുക. എല്ലാ സ്റ്റാൻഡിലും തേങ്ങ ഇങ്ങനെ വിതറി കൊടുത്ത് പിന്നെ നമുക്ക് പൊടിയെടുത്ത് അതിൻ്റെ മേലെ നമ്മൾ ഇടിയപ്പത്തിനുള്ള ഇത് വീഴ്ച കൊടുക്കുക. ഇനി ആ ഇടിയപ്പത്തിൻ്റെ മേലെ തേങ്ങ നല്ലോണം വിതറി കൊടുക്കുക. കുറേ തേങ്ങ വേണ്ടവർ അങ്ങനെ ഇടാം. ഞങ്ങൾ കുറച്ച് ഇടണുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇനി സ്റ്റാൻഡ് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇട്ട ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ തേങ്ങ ഇട്ട ഇടിയപ്പം. തേങ്ങാപ്പാലും തേങ്ങ ഇട്ട ഇടിയപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. തേങ്ങാപ്പാലിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് അത് നമുക്ക് റെഡിയാക്കാം. അപ്പം ഇതാണ് എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കമൻറ്റ് ചെയ്യുക.